ഇങ്ങനത്തെ ഒരു സാധനം എന്റെ കയ്യിലെത്തണം എന്നുണ്ടാ എത്തോടാ എത്തിച്ചിരിക്കും. ഒന്ന് ജിൻഡോ ശരിക്കും കാണത് കണ്ടു ഗൈസ്. എടാ എല്ലാരും ഡബ്ല്യൂസ് ഇടാ, എല്ലാ ഡബ്ല്യൂസ് ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് കെട്ടിപ്പിടിക്കണം. അച്ചായൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. അല്ല നമ്മള് ജയിപ്പിച്ച അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെ ഇത് മാത്രം കണ്ടല്ല ജയിച്ചത്, എല്ലാരും. നിന്റെ മുന്നിൽ കൊണ്ടുവരും പറഞ്ഞ വാക്ക് ഗൂഗിൾ പേ അച്ചായൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞ ജിൻഡോ പൊളിയാണ്, ലവ് യു ഒന്ന് അനശ്വരാനു. Let's go. Guys, Jindo on our stream. It's a dream come true. കുട്ടികളെ ഇതാ മാസാനോ എന്നെ കണ്ടെന്ന് ഫസ്റ്റ് കണ്ടിട്ട് പറ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാം. വെൽക്കം ഡ്രിങ്ക് ആടാ, ഇവിടെ സ്റ്റുഡിയോ ആണ്, ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഇല്ലടാ. അല്ലാ വെൽക്കം ഡ്രിങ്ക് ഒന്നും ഇല്ല. വെൽക്കം സിഗരറ്റ് കൊടുക്കും. സിഗരറ്റ് ഇല്ല. ജിൻഡോനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കാനും പറഞ്ഞോ. ഇനി കിട്ടൂല, ഇനി ആള് പറക്കാൻ പോയത്, ഇനി ആളെ കിട്ടൂല. ബൈസെപ്സ് കാണിക്കാമോന്ന് ചോദിക്കുന്ന ഫാനാ. ഒന്ന് കാണിച്ചു കൊടുക്ക്. പറഞ്ഞില്ല ഞാൻ എങ്ങനെ നിങ്ങൾ ജിമ്മിലേക്ക് പോയിട്ടായതാ? ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. അച്ഛനോട് രാവിലെ വന്ന് കുത്തിപ്പൊക്കി കൊണ്ടുപോകണല്ലേ? അടിപൊളി. ഞാൻ സ്ഥിരം വരലുണ്ട്. നിനക്കൊരു മസിൽ വന്നാ ഒളിച്ച് റൂട്ടർ നമ്മളെ ആദ്യമായിട്ട് റൂട്ടർ എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സംഭവം. അതിലേക്ക് ആദ്യമായിട്ട് സ്ട്രീം നിങ്ങളെ ഉദ്ഘാടനം നിങ്ങളാ. വറക്കത്ത് ജിൻഡോന്റെ വറക്കത്ത് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞത്. ജിൻഡോ വരും ഫസ്റ്റ് ചോദിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഗ്യാങ്ങാണ്, നമ്മളെ ഗ്യാങ്ങിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ജിൻഡോനെ. ജിൻഡോ വരുമോ ഇല്ലയോ? പിന്നെ ശരിക്കോ? ഞാൻ ശരിക്കും നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറി. അപ്പൊ പിന്നെ എപ്പോ കാണും? എപ്പോഴും കാണുമല്ലോ, എപ്പോഴും കാണല്ലോ. ജിൻഡോ നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറിയപ്പോ ഇത് ഇത്ര ഈസി ആവുന്ന സാധനം എടുക്കുക. നമ്മളെ ഗ്യാങ്ങിന്റെ ഇതെന്താ അറിയോ? ഗ്യാങ്ങിന്റെ സൈൻ എന്താ അറിയോ? ഇതുണ്ടോ കരുത്തിലുണ്ടോ? ഇത് ഈ സാധനം കണ്ട നമ്മളെ ഗ്യാങ്ങിലാന്ന് ഇതാക്കാം. ജിൻഡോകള് ഗിഫ്റ്റാ. പൊട്ടിക്ക് ഞാൻ പൊട്ടിക്കണം. ഓക്കെ ഞാൻ പൊട്ടിക്കാം. ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം. നോക്കെ ജിൻഡോ ഒഫീഷ്യലി നമ്മളെ ഗ്യാങ്ങിലേക്ക് കയറാം. ഗൂഗിൾ പേ. ജിൻഡോക്ക് നിങ്ങളെ കണ്ടിട്ടാണ് ജിം പോകുന്നത്. അങ്ങനെ തൊപ്പി നമ്മുടെ ഗ്യാങ്ങിലേക്ക് എടുത്തിരിക്കുകയാണ്. എന്താ സെറ്റപ്പ് അളിയത്? ഇത് എന്താണ് സെറ്റപ്പ് എന്നത് കണ്ടാ മനസ്സിലാവില്ലല്ലോ. ഇത് ഗെയിം കളിക്കുന്ന ഒരു സ്റ്റുഡിയോ ഗെയിം സ്റ്റുഡിയോ ആണത്. എന്ത് കളി കളിക്കാല്ലേ? ഏതാ ഇത്? ഇതാണ് ഡോപ്പേസിന്റെ ഒറിജിനലാ. ഡോപ്പേസ്
കോളികൾ ഓക്കെ നമുക്ക് ആരെങ്കിലും വിളിക്കാം. സീക്രട്ട് ഏജന്റ് സായിനെ വിളിക്കണം. സായിനെ വിളിച്ചാലോ? സായിനെ വിളിക്കേ, കണ്ണാപ്പിനെ വിളിക്കാം. വിളി ജിന്ന പറഞ്ഞ കോൾ ജാസ്മിൻ. എടാ ബായ് വിട്ട്. എടാ മുണ്ടാടുന്ന അറാമ്പറപ്പ് അറിയില്ല. ആരെല്ലോ വിളിക്കാൻ വിളിക്കാ. കോൾ ഈഗിളിനെ വിളിക്കാനാ? ഇല്ല, ആദ്യം നമുക്ക് സാധനം വിളിക്കാം. സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. ഓക്കെ, സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ ജിൻഡോ കപ്പ് എവിടെയല്ല എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാം. ഓക്കെ, അവിടെ രാത്രി കാലങ്ങളിൽ നടത്തിയ രഹസ്യ സംഭാഷണങ്ങളൊക്കെ പുറത്ത് പാട്ടാ. അയ്യോ അതെന്ത് ജിൻഡോ പഠിച്ച ആർക്കും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ആരും പറഞ്ഞു? ഞങ്ങള് ചോദിക്കൂടാ ജിൻഡോയ്ക്ക് വേണ്ടിട്ട്. ഞാൻ ചോദിക്കും, ആര് ചോദിച്ചില്ലേ? അടിയുണ്ടാക്കരുത്. അടിയും പിടിയൊന്നുമല്ല, ചോദ്യങ്ങൾ ചോദിക്കണം. അടിയാ. ഫോൺ എടുക്കുന്നില്ല, കോള് പോകുന്നില്ല. സത്യം പറഞ്ഞ പോവില്ല. അവിടെ നല്ല വെയിറ്റ് ഉണ്ടാട്ട് ഈ സാധനം. ഇതുകൊണ്ട് എല്ലായിടത്തും അടുത്ത് നടക്കുന്നില്ല. Fadi Muhammad donated 40 രൂപ through Google Pay. ഇക്ക ജിം പോകാൻ മോട്ടിവേഷൻ. ജിം പോകാൻ മോട്ടിവേഷൻ ചോദിക്കണം. ജിമ്മിൽ പോകാൻ മോട്ടിവേഷൻ ചോദിക്കുന്നത്. മോട്ടിവേഷൻ വേണം. ആരും പറയട്ടെ, ഇങ്ങനെയുള്ള ദിവസം രാവിലെ എനിക്ക് കണ്ണാടി നോക്കാം. ആ അപ്പൊ കറക്റ്റായിട്ട് മോട്ടിവേഷൻ കിട്ടും. അപ്പൊ ഒരു കണ്ണാടിയാണ് എനിക്ക് ആദ്യം മേടിക്കേണ്ടത് അല്ലേ? ഞാൻ ഇല്ല കോള എടുക്കുന്നില്ല. വേറെ ആള് പറ. റോക്കിനെ വിളിക്കണം. എന്തോന്നടേ ഗൈസ്, ആവശ്യമുള്ളത് മാത്രം പറയൂ, ആവശ്യമുള്ളത് മാത്രമേ ചോദിക്കൂ. ഓക്കെ, മറ്റേ അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു സാധനം എന്റെ കൈ കിട്ടിയാണല്ലോ. വിളിക്കുന്നുണ്ട്. സായി വിളിക്കുന്നു. സായി. ഹലോ, എന്താ പരിപാടി? എടാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നടാ. ഞാൻ പെട്ടെന്ന് നിന്റെ ഓർമ്മ വന്നിട്ട് ഞാൻ വിളിച്ചതാ. എടാ നിനക്ക് ഒരാളെ കാണിച്ചു തരണോ? നിനക്ക് ഒരാളെ കാണിച്ചു തരണേ? 40 രൂപ through Google Pay. ആരായിരിക്കും? റോക്കിനെ വിളി എന്നിട്ട് കപ്പ് കാണിച്ചു കൊടു. റോക്കിനെ വിളിക്കാതെ മുന്നോട്ട് ആരായിരിക്കും? ഗസ് ആരായിരിക്കും? ഞാൻ ലൈവാ. ലൈവില് ഹായ് പറ. ലൈവിനോട് ഹായ് പറ. ഇത് ഞാൻ ഒരാളെ കാണിച്ചു തരാം. യോ ഓ പോളി കാണിച്ചേ. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ സായി. നിനക്കെന്താ ഇത് ജിന്നപ്പ കപ്പടിച്ചൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ? പോടാണ്. അതെന്താ എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ പൊക്കിക്കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും? ഞാൻ ഏറ്റെടുക്കും. എന്താ എടാ ഇവനവിടെ മിണ്ടാട്. കോമര ഓക്കെ, ചാലഞ്ച് ചെയ്യുന്ന ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ചാലഞ്ച് ചെയ്യുന്ന എന്താ? ചാലഞ്ച് എന്താ? എത്ര ദിവസം നിൽക്കുന്ന പറയുന്നേ? ഇതൊന്നും ആരെയും അറിയിക്കാതെ അങ്ങോട്ട് പോകണം. എല്ലാരും അന്ന് നോക്കുന്നത് ഞാൻ പറയോ? ആരെങ്കിലും പറയോ? കണ്ട് ഞാൻ ഈ സീസണാണ് അറിയാന്നു. നീ വെറുതെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലേ? പോടാ, ഞാൻ എന്നെ വിളിക്കൂലേ? അല്ല, മൂന്നാം ദിവസം തിരിച്ചു വരുന്ന പറയാനായിട്ട് ഇത് സീക്രട്ട് ഏജന്റ് പോയി കണ്ണാപ്പിയായിട്ട് വന്നവനല്ല, ഇത് തൊപ്പിയാണ്. നമസ്കാരം. ആരെ അവിടെയാ? എടാ അത് നിനക്ക് മാത്രം, ഞങ്ങൾക്കൊക്കെ പൊന്ന. സായി ഒരു നാൾ
I'll prove you wrong. Okay, I'll prove you wrong, man. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ അടുത്തോലെ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ടില്ലേ ഇതിന്റെ തൊലൊക്കെ അടികൊടയിലെ കൊണ്ട് അവിടെ 72 ക്യാമറ CCTV ഉണ്ട്. കട്ടോണ്ട് പോരാനല്ല, ജയിച്ചു വരാനാ ഇവൻ അപമാനിച്ച മനുഷ്യന് ഇല്ല സായി തളരൂലടാ തളരൂല എന്ത് ക്ലാസ് എടുത്ത് തരാൻ പറ. ക്ലാസ് പിന്നെ ഞാൻ ഫുൾ ട്രെയിനിങ് മൊത്തം എടുത്തിട്ട് ഞാൻ പോവും അതിന് വലിയൊരു യൂണിവേഴ്സിറ്റി ഇല്ല കപ്പടിക്കാൻ. എന്താ പോലെ എന്നാ ശരിടാ ബൈ ഗുഡ് നൈറ്റ് ഓക്കെടാ ബൈ 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 മച്ചാ ബൈ ബൈ മുത്തേ ബൈഡാ ലവ് യു ഓക്കെ ബൈ ബൈ എന്റെ മോനെ മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞ് കളിയാക്ക ആൾക്കാരാണ് അല്ലേ ഏത് മോട്ടിവേഷൻ ഇതിലും വലിയൊരു അനിമ അറിയോ അനിമ അറിയോ അനിമയില് പോയി ഇത്രയും വലിയൊരു മോട്ടിവേഷൻ കിട്ടുന്നു അല്ലേ ഇന്നത്തെ കമ്പാക്ക് വേറെ ഏടി ഞാൻ കണ്ടില്ല സിനിമ പോയിട്ട് ജാൻമണിനെ കുറിച്ച് എന്താന്ന് ചോദിക്കുന്നത് ജാൻമണി കമ്പനി ഉണ്ട് ഇപ്പൊ നല്ല അടിപൊളി സുഹൃത്താണ് അമീൻ എ കെ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ജിൻഡോ എത്ര പുഷപ്പ് എടുക്കും ഒന്ന് സ്ട്രാറ്റജി. പണിയെടുപ്പിക്കലൊന്നും നടക്കൂല പുഷപ്പല്ല പിന്നെ അതാ അങ്ങനെ വന്ന് പുഷപ്പ് എടുക്ക നീ വന്ന് പുഷപ്പ് എടുക്കാൻ പറഞ്ഞ പുഷപ്പ് എടുക്കാൻ നീ ആരാന്ന് ഇവൻ വന്ന് പുഷപ്പ് എടുക്കാൻ വേണ്ടി പറയുന്നതാ ചാലഞ്ച് കൊറേ ആള് ചാലഞ്ച് എല്ലാം ചെയ്യും എടാ ആളും തരും നോക്കിയിട്ട് നീ ചാലഞ്ച് ഓക്കെ എടാ ഇനി എന്താ ഞാൻ ഒരു കാര്യം വേട്ടെ ഇനി എന്തായാലും ജിന്നപ്പം നമ്മളെ ഗ്യാങ്ങിൽ കേറിയല്ല ഗ്യാങ് കേറിയോ കേറി മാലുണ്ട് കേറി ഓക്കെ ഇനിയിപ്പൊ ജിന്നപ്പം എപ്പോ വേണേ നമ്മളൊന്നിച്ചുണ്ടാവും ഓക്കെ നമുക്ക് വഴിയ കാര്യങ്ങള് കോൾ ഈഗിൾ ഇതെന്താ എല്ലാരും ഈഗിൾ നടന്നിട്ട് ഈഗിൾ ലൈവാ നോക്കിയാ ലൈവാന്ന് നോക്കിയാ ഒന്ന് പെട്ടെന്ന് നോക്കിയാ Let's see. അല്ല അത് ഞാൻ ഇന്നലെ സംസാരിച്ചല്ല അല്ല അച്ഛൻ പറയാ ഞാൻ ബിഗ് ബോസിൽ പോയാൽ മൊത്തം PR പരിപാടി മൊത്തം പരിപാടി ചെയ്യാന്ന് പറഞ്ഞത് അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാൻ അതൊരു PR അല്ലടാ ഇവന് വേണ്ടി ചെയ്ത വർക്ക് PR ആണോ PR അല്ല എന്റെ ചിന്തയ്ക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്തു അത് അവന് മനസ്സിലായിട്ടുണ്ട് നമ്മളെല്ലാം പോയാൽ എന്താ പ്രശ്നം അറിയോ നമുക്ക് കൊറേ ഹെയ്റ്റ് ഉണ്ട് ഇതാണ് ഇവന്റെ ഭയം ശരിക്കും പറഞ്ഞ പൊട്ടന്റെ ഭയം ഇത് ഹേറ്റേഴ്സ് എന്ത് ചെയ്യുമെന്നാ ചോദിക്കുന്നത് ഹേറ്റേഴ്സ് ബിക്കം ലവേഴ്സ് ആക്കേണ്ടത് നിന്റെ കടമയാണ് എനിക്കിവിടെ മൊത്തം ഹേറ്റേഴ്സ് ആയിരുന്നു പിന്നെ അല്ലേ എനിക്കിവിടെ മൊത്തം ഹേറ്റേഴ്സ് അല്ലായിരുന്നു നിനക്ക് അറിഞ്ഞുകൂടാ അല്ല അത് കേറിയതിന് ശേഷമല്ലേ ബിക്കോസ് അതിന് മുന്നേ ഒരു 2 ആഴ്ച വരെയൊക്കെ ജിൻഡോനെ പൊട്ടനെന്നും മണ്ടനെന്നും കഴിഞ്ഞ ശേഷം ഹെയ്റ്റ് വന്നല്ലേ നമ്മളിവിടെ പുറത്തുനിന്ന് ഏറ്റവും ഉള്ളിൽ കേറുന്നല്ലേ അപ്പൊ അങ്ങനെ ഒരു പേടി അങ്ങനെയൊന്നുമില്ല നീ പണ്ട് എപ്പോഴും ഒരു വളി വിട്ടു എന്ന് പറഞ്ഞിട്ട് നീ അതിനെ പിടിച്ചിട്ട് നാളെ കെടുത്തല്ലേ ജിൻഡോയോ ആരോടെ പറയണേ ജിൻഡോ അതിനകത്തൊരു വളി വിട്ടു ഒരു വളിബന്ധം വിട്ടവളി തിരിച്ചെടുക്കാൻ പറ്റില്ല അതാലോചിക്കണം സംഭവം പൊളിച്ചേട്ടാ അറിയില്ല ലാസ്റ്റ് കോൾ ആര് ഈകളെ വിളിക്കും ലൈവ് അല്ലല്ലോ അവിടെ ലൈവ് ആണെങ്കിൽ തന്നെ എന്താടാ എന്തായാലും സന്തോഷം അവിടെ ഞാൻ എങ്ങനെയാ പറഞ്ഞ ലാസ്റ്റ് കോൾ ചെയ്തേ ഇതിലല്ലേ ഫോണിൽ കൂടി ദിവസമല്ല ശാന്തോട് ലൈവ് ഇല്ലെന്നല്ല പറഞ്ഞത് ആൾക്കാരോട് ലൈവ് ഇല്ലെന്നല്ല പറഞ്ഞത് എന്ത് ലൈവ് എന്നല്ല പറഞ്ഞല്ലേ വേറൊരു യൂട്യൂബർ ഉണ്ട് ഈഗിൾ പേര് അവന്റെ പേര് ഇതിപ്പോ കണ്ടോ ഇതിപ്പോ ലൈവിൽ ആൾക്കാർ പറയുന്നതാ മൊത്തം അല്ല കൊറേ ആൾ ഈഗിൾ എന്ന് പറയുന്നുണ്ടോ ഈഗിൾ നിങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നതാ എടുക്കുന്നോട്ടെ ഹലോ എന്നല്ല ഇതൊക്കെ സർപ്രൈസ്
മുത്തേ താങ്ക് യു അടി നോക്കണ കപ്പുകളെ കപ്പ് എടാ അടുത്തല്ല ഞാൻ എല്ലാരും വിളിച്ചിട്ട് ഞാൻ വിളിക്കുന്ന എല്ലാരും എന്നാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എടാ ഞാൻ ഒന്നുമില്ലടാ നമ്മളിങ്ങനെ വെറുതെ ലൈവ് ചെയ്യുന്ന. ഞങ്ങളുടെ ചെറുക്കൻ എല്ലാം കൊണ്ടും യോഗ്യനാണ്, ഉത്തമനാണ്. എവിടെ എന്നെ കാണിക്കാണ്? ഞങ്ങളുടെ ചെറുക്കൻ എല്ലാം കൊണ്ടും ഉത്തമനാണ്, യോഗ്യനാണ്. അവന് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ ഓൾറെഡി കിട്ടിയവനാണ്. അവന്റെ കയ്യിലിരിപ്പിച്ച ഗുണപതകാരം കൊണ്ടാണ് അത് കിട്ടാതെ പോയത്. അടുത്ത കൊല്ലം അച്ചായൻ അവനെ ട്രെയിൻ ചെയ്ത് അങ്ങ് അയക്കുന്നതായിരിക്കും. ദുബായിലെന്തിനു പോയി? അടുത്ത ആഴ്ച കൊണ്ട് വരുന്ന ഞാൻ അടുത്ത ആഴ്ച ദുബായിലേക്കുണ്ട്. ഓളിയാം എന്തിനെ കണ്ടത്? ഞാൻ അപ്പഴാ വെച്ചിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്ത്. അവിടെ ശരിയാ, വിളിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കെ. എന്റെ മോനെ ആ കാര്യം എന്നാലും ജിന്റെ കൂടെ വന്ന് നമ്മളെ ലൈവിൽ ഇരുന്നിട്ട് നമ്മളെ PCന്റെ മുന്നിൽ നമ്മളെ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്തത്. അല്ലാണ്ട് അച്ചായൻ സന്തോഷം കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കണം. അല്ലാണ്ട് അച്ചായൻ ഓവറൊന്നുമല്ല. അച്ചായൻ ജിൻഡോയും തൊപ്പിയും രണ്ട് എന്താ പറയാ, രണ്ട് ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരൊക്കെ. തൊപ്പിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമ്പയർ ചെയ്യാറുണ്ട്. തൊപ്പി എനിക്ക് നിന്നെ പോലെയാണ് അവൻ ജിൻഡോ എന്ന്. ഓരോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ 100 ദിവസം എല്ലാ ദിവസവും ബന്ധമെന്ന് പറഞ്ഞാണ്ടല്ലോ, ബിഗ് ബോസിൽ പോയി വിജയിച്ച ജിൻഡോ എന്നല്ല, സാധാരണക്കാരനായിട്ടുണ്ടായിരുന്ന എന്റെ ജിൻഡോ. അതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളൊരു 2-3 കുപ്പി ബിയർ അടിച്ചാൽ കിട്ടുന്ന സന്തോഷം, അല്ലെ ഒരു ഫുൾ ഒറ്റയ്ക്ക് അടിച്ചാൽ കിട്ടുന്ന സന്തോഷം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഒരു ആവേശത്തിലാണ്. കുറച്ച് ആൾക്കാരുടെ വോയിസ് ഇട്ടുള്ളൂ, ഞാൻ ഇങ്ങനെ പോകണം നോക്കിക്കോളാം. അതിലൊരാളാ ആ പറഞ്ഞ കാര്യം ഞാൻ പെട്ടെന്ന് വോയിസിൽ എന്റെ പേര് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നറിയോ പെട്ടെന്ന് അങ്ങനെ ജിൻഡോ പറഞ്ഞിട്ട് പോയത് ഞാൻ ഹൃദയത്തിൽ നിന്ന് നിന്റെ കയ്യിലോട്ട് തന്നു. നീ അത് നല്ല രീതിക്ക് എല്ലാരോടും പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കള് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും കൃത്യമായിട്ട് വോട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. കാരണം നമ്മള് പറഞ്ഞ് വോട്ട് ചെയ്ത ആൾക്കാർക്ക് നമ്മള് മാത്രല്ല, മൈക്ക് സോറി മൈക്ക് ഇത്ര മീന്റെ മുന്നിലായിരുന്നു. സോറി മൈ മിസ്റ്റേക്ക്. ഓക്കെ, നമുക്ക് ഡിസ്കോഡിലേക്ക് പോവാം. കുറച്ച് സാധനങ്ങൾ ജിൻഡോ വരുന്നതിന് ഇതായിട്ട് കുറച്ച് ആൾക്കാർ മോഡറേറ്റേഴ്സ് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്, നമുക്ക് കണ്ടോക്കാം. ഓക്കെ, ഏതാണോ മോട്ടിവേഷൻ കിട്ടണം. മോട്ടിവേഷൻ, ജിൻഡോന്റെ മോട്ടിവേഷൻ ക്ലിപ്പ് ഉണ്ടെന്ന്. അടുത്തൊരു അവാർഡാണ് മണ്ടൻ എന്നൊരു വെരി സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ. അത് ആർക്കായിരിക്കാം സാധ്യത? ആണോ? 16 കൂട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. മണ്ടൻ വിളിച്ചതോ? ഈ കുഴപ്പമില്ല, എല്ലാം മുന്നിലും നമ്മുടെ ഒരിക്കലും അറിയില്ല. വെരി ഗുഡ്. സാരങ്ങളെല്ലാം ശരിയാ. നരേഷ് കൊറേ ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ലൈഫിൽ. ഇങ്ങനെ കളിയാക്കൽ ഇതെല്ലാം നേരിടുന്ന കൊറേ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മള് താത്തി കാണുമ്പോൾ ഗുണം അറിയോ? അവന് കഴിവുള്ളവന് ഞാൻ കൂടുതൽ കയറി വരും. നമുക്ക് കഴിവുള്ളവനെ നമ്മൾ കളിയാക്കാം, അവന്റെ കഴിവ് പുറത്തായിരിക്കും.
ആകാശ് ഡൊനേറ്റഡ് 100 രൂപ ത്രൂ ഒരു കഴിവത്തെ കളിയിട്ട് കാര്യമില്ല. ജാസ്മിന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ജിൻപു എന്താണ് അഭിപ്രായം? ജാസ്മിൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഈ സൈബർ ആക്രമണമൊക്കെ വെല്ലുവിളികൾ ഇതെല്ലാം കേൾക്കുമല്ലേ പബ്ലിക്. ജാസ്മിനെ കുറിച്ച് ജാസ്മിന് നല്ലതല്ലേ അല്ലേ? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്മ കിട്ടും. കർമാസ് എന്ന് പറയും. അതുകൊണ്ട് എല്ലാരും നല്ലത് ചെയ്യുക, നല്ലത് തിരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഓപ്പണായിട്ട് ആ കാര്യം ഉള്ള പോലെ പറയില്ല. ജാസ്മിൻ അത് ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞു. ജാസ്മിന്റെ ക്യാരക്ടറും കാര്യങ്ങളും ഇഷ്ടമായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വന്നു. പുറത്ത് വേറെ റിലേഷൻ ഉണ്ടായിട്ട് ഉള്ളിൽ അങ്ങനെ കുറച്ച് ന്യൂസ് വന്നു. അത് കേട്ടപ്പോഴാണ് അത് സത്യം പറഞ്ഞപ്പോഴാണ് എന്റെ മൈൻഡ് ഇതായത്. അല്ലെങ്കിൽ നോക്കിയാൽ ജാസ്മിൻ നല്ലൊരു നല്ലൊരു ഗെയിമർ അല്ലേ അത്. സിംഗിൾ ആയിട്ട് കളിച്ചെങ്കിൽ നല്ലൊരു ഗെയിമറാ. അത് സിംഗിൾ ആയിട്ട് കളിച്ചെങ്കിൽ നല്ല ഗെയിമറാ. എന്റെ അഭിപ്രായമാണ്. നല്ല ഗെയിമറാ. അത് ഇപ്പോഴത്തെ സൈബർ അറ്റാക്ക് നോക്കണ്ട. കാരണം അതിപ്പോ എല്ലാവർക്കും പല ഇതിലും കിട്ടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറി മാറി പൊക്കോളും. ജാസ്മിൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആർക്കും ബൈറ്റ് കൊടുത്തിട്ടില്ല. മീഡിയാസ് എല്ലാം കണ്ടോ? എക്സ്ക്ലൂസീവ് സാധനം നമുക്ക് ജിൻഡപ്പന്റെ ഹോട്ടലിന്റെ മുന്നിൽ മീഡിയക്കാര് മൊത്തം ഉണ്ട്. അവിടെ ഒരാളെ പോലും അവര് എന്റർടൈൻ ചെയ്യാണ്ട് ഫസ്റ്റ് ലൈവ് വരുന്നത് എക്സ്ക്ലൂസീവ് ലൈവ്. അതാണ് ബന്ധം. മുത്താണ് അതിനൊരു ഡമ്മിയുടെ കാര്യം പറയാം. ഞാൻ പൈസ തന്നിട്ടാ ബൈറ്റ് കൊടുക്കുന്നത്. നീ 10 ലക്ഷം ഞാൻ ബൈറ്റ് തന്നെ. അത് കാര്യം ഈ മീഡിയാസ് ഇങ്ങനെ ഇത് ബൈറ്റ് കൊടുക്കാത്തതിന് വരക്കാണ്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പൈസ കൊടുത്ത് ബൈറ്റ് വാങ്ങ്. നിങ്ങൾ അങ്ങനെ പൈസ കൊടുത്തിട്ട് ബൈറ്റ് വാങ്ങുക. അല്ലാണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ വന്നിട്ട് ക്യാമറയും നോക്കി മറ്റേ കഴുത്തിൽ മൈക്കും നോക്കി കുരച്ചുകൊണ്ട് പട്ടി വരക്കുന്നവരെ വരച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഓസിന് ഇത് ഇങ്ങനെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ നടക്കൂല അല്ല. നിങ്ങൾക്ക് ബൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ബൈറ്റ് വാങ്ങുക. അല്ലെങ്കിൽ ബൈറ്റ് കിട്ടാത്തതിന് വന്നിട്ട് വീഡിയോ നെഗറ്റീവ് ക്യാപ്ഷനോട്ട് അതെന്ത് വൃത്തിയിട്ട പരിപാടിയാണത്. മര്യാദ മതി. പൈസ ഇല്ലെങ്കിൽ മര്യാദക്ക് സംസാരിക്കും നിങ്ങൾ. അതെന്തോ എനക്ക് അറിയില്ലായിരുന്നു. ഒരുത്തൻ 100 ദിവസം ഒരു തടവറയിൽ കഴിയുന്ന പോലെ പോയി കണ്ട ആൾക്കാരുടെ ആട്ടും തുപ്പും മേടിച്ച് അവന്റെ കഴിവുകളൊക്കെ നാട്ടുകാരെ കൊണ്ട് കാണിച്ച് കൈയടിപ്പിച്ച് ജയിച്ച് വന്നപ്പോ ഇവരെല്ലാരും കൂടെ നിന്നിട്ട് കുറ്റം പറയുന്നു. ഏഷ്യാനെറ്റിൽ കുറെ ഇതുണ്ട്. അവര് ഒരുപാട് നമുക്ക് നിർദ്ദേശം കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നത് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നമുക്ക് എഗ്രിമെന്റുകളുണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് ചുമ്മാ ഇതിൽ സംസാരിക്കാൻ പല കാര്യങ്ങളൊക്കെ ഒരുപാട് എഗ്രിമെന്റ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. സംശയമുണ്ട്. ഞാൻ പോകുന്നതിന് അറിയാനുണ്ടാവും. ഇല്ലല്ലോ. ഒരു കാരണവശാലും ഇല്ല. ഒരു കാരണവശാലും ഇല്ല. അതിനെ കുറിച്ച് ചിന്തിക്കലും വേണ്ട. എന്നോട് ഇവിടുന്ന് പോയപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നത് ആൾക്കാർ. നിങ്ങൾ ഡയറക്ടർ ഒന്ന് ഡേറ്റ് ഒക്കെ ചെയ്യും കാര്യങ്ങൾ ആക്ഷൻ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഞാൻ ചിലവരങ്ങനെ പറഞ്ഞു. ബിക്കോസ് പോയവരൊക്കെ പറഞ്ഞത് ഈ മോനെ പണിയാണ്, നീ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. 100 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നത്. പിന്നെ ജിൻഡപ്പ ഇവനൊരു സംശയമുണ്ട്. അവിടെ ബിഗ് ബോസിൽ പൊക്കി കഴിഞ്ഞാൽ അവിടെ കക്കൂസിന് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ? സത്യമായിട്ട് അവരെന്നോട് ഇന്നലെ പറഞ്ഞില്ല. അവിടെ സിഗരറ്റ് വലിയ നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഞാൻ പറഞ്ഞു കേട്ടു. നിങ്ങൾക്ക് സിനിമ കാണാനൊക്കെ പറ്റുമോ അവിടെ? ഇല്ല, സിനിമ ആണെങ്കിൽ ഞങ്ങളൊരു സിനിമ കാണിച്ചു തന്നു. ഒരു സിനിമ കാണിച്ചു തന്നു. ഇത് ഞാൻ ചോദിക്കുന്നതോ നീയല്ല, ഞാനാ പറഞ്ഞത്. ജിൻഡപ്പനോട് സംസാരിക്കുമ്പോൾ ജിൻഡപ്പൻ ഇടയ്ക്ക് ഇങ്ങനെ മൈക്കൊക്കെ പിടിക്കുന്നുണ്ട്. കയ്യില് മൈക്കില്ല. കൂട്ടത്തില് അതിൽ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ട ടയർഡ് അറിയില്ല. ഞാനോട് മാച്ചാണല്ലേ.
ചോദിച്ചാൽ സമ്മതിച്ചാണ്. ഫുൾ സ്ക്രീൻ സോറി നീലക്കുയിൽ ആ കാര്യം നീലക്കുയിലും മഞ്ഞത്താവളയിലൊക്കെ ഇന്ന് പ്രാകുന്നുണ്ടാവും. അങ്ങനെ അതെ ലൈവ് ഈ മഞ്ഞക്കുയിലും ഏത് എന്തൊരു മാറികളാണിത്. അല്ല ഇതിന് ചിലപ്പോ എന്നോടോ ഒക്കെ ചോദിക്കാനായിട്ട് ഈ മാധ്യമങ്ങൾ വരുമായിരിക്കും എന്തെങ്കിലും മുത്തിപ്പൊക്കൊണ്ട് ഉറപ്പായിട്ട്. പക്ഷെ എന്നാലും പറ ഇതൊക്കെ ഒരുമാതിരി മറ്റേ പരിപാടിയായിപ്പോയി. കാര്യം മറ്റടുത്ത പരിപാടിയാണ്. കാര്യം ഇവര് സായിപ്പിനെ വിളിക്കണം. ജിൻഡോക്ക് അറിയാത്ത ആൾക്കാരെ വിളിച്ചിട്ട് ജിൻഡോനെ വെറുപ്പിക്കുന്ന പോലെ അറിയുന്ന ആൾക്കാർ റോക്കിനെ വിളിച്ചാലോ? റോക്കിനെ വിളിക്കാലോ? ഓക്കെ റോക്കിനെ വിളിക്കാം. കരഞ്ഞാൻ കിട്ടാത്ത സാധനം എന്ന് പറയുന്നത്. അയ്യോ ഞാൻ ഇത് കുത്തിയില്ല. എന്താ നോക്കി എന്താ പറഞ്ഞ? ഹലോ ഇതാരാ നോക്കിനെ കാണിക്കണം? ഇതല്ലേ അത് പൊട്ടൻ മാറാ. നീയാണ് റോക്കിക്ക് ഫോൺ കൊടുക്ക. റോക്കി എന്നല്ല അവിടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഫുൾ ബിസിയാലേ. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഒരു സാധനം കാണിക്കാനാ. കാണാനില്ല. ഓണത്തിനിടയ്ക്ക് പൂട്ട് വെച്ചോ. ആ പൊട്ട മാറ്റേ നിന്നെ കാണുന്നില്ല റോക്കി. പോയാ നിന്നോട് ഞങ്ങൾക്ക് ഒരൊറ്റ മാസം മതി. ആരോട് പറഞ്ഞ? എല്ലാവർക്കും തരും. എല്ലാരും വീട്ടിലെത്തും. 10 ലക്ഷത്തിന് കൊപ്പി വിട്ടിട്ട് അതുപോലെ തന്നെ തരും. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, കാണാൻ നോക്ക്. ശരിയെന്നാ കാണാം. ബൈ റോക്കി വെച്ചാ ബൈ ബൈ ബൈ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? റോക്കി റോക്കി ഓക്കെ ബൈ. കടയില്ലേ റോക്കി? ഒരു നല്ല ശബ്ദം വിടൂ. ചങ്ങായി ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഒരു കാര്യം, ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. നല്ലൊരു മനുഷ്യരായിരുന്നു, നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ല വിൽ പവർ ഉള്ള ഒരു മനുഷ്യരായിരുന്നു. പക്ഷെ കോപം എല്ലാവർക്കും ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഉണ്ടാവുന്നു. നമ്പർ ലീക്ക് ഇടുന്നോ? റോക്കിന്റെ നമ്പർ ലീക്ക് ആയോ? എന്താ ഇപ്പൊ കുഴപ്പം? എന്ത് കുഴപ്പമെന്നാ അങ്ങനെ നമ്പർ ലീക്ക് ആക്കാൻ പറ്റില്ല ആൾക്കാരെ. ലീക്ക് ഒന്നും ആയിട്ടില്ലേ? ചുമ്മാ ലീക്ക് ആയില്ലല്ലോ. ചാറ്റ് ഒന്ന് നോക്കിട്ട് പറയണ. നോക്കിട്ട് പറഞ്ഞ വെറുതെ ഇല്ലാത്തതാണോ? യെസ് ഓർ നോ, ട്രൂ ഓർ ഫോൾസ് ഒന്ന് പറഞ്ഞ. നമ്പർ ലീക്ക് ആയിനാ? യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ് ഓർ നോ. ഫുൾ സ്ക്രീൻ. സോറി നോ 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 ഇല്ല നമ്പർ ലീക്ക് ആയില്ല. സീല ഇതിന് കുറച്ച് അങ്ങോട്ട് ഞാൻ ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് വരുമോ?
പറയുന്നുണ്ട് നമ്മളൊരു ദിവസം റോക്കിനെ കൊണ്ടുവന്ന് റോക്കി ഇതുപോലെ ഞാൻ ഇവിടെ റോക്കി ഇവിടെ ഇങ്ങനെ ഇരുന്ന് അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പീസിന്റെ അടുത്തേക്ക് പോകുമ്പോ റോക്കി ചെറുതാണല്ലോ ആള് ചെറുതാണല്ലോ അപ്പൊ ഇതിങ്ങനെ പോകുമ്പോ ഇവരെ കാണൂല ഇങ്ങനെ 3-4 പ്രാവശ്യം അങ്ങനെ ഞാൻ ഇത് അറിയുന്നില്ല അന്ന് ചങ്ങായി ഫുള്ള് ചൂടായി ഫുള്ള് റേസായി ഫുള്ള് ഔട്ടായി എത്തല്ലോ പറഞ്ഞ അടിയാ ചോക്ക ലൈവില് അടിയായി ഓൾമോസ്റ്റ് ഞാൻ അങ്ങനെ അതാ പറഞ്ഞ കുറച്ച് അങ്ങോട്ട് ഒന്നോട്ടാ തീരും. സായിപ്പിനെ വിളിക്കാൻ പറ്റില്ല, സായിപ്പിനെ വിളിക്കാം. അവിടെ ജിൻഡോനെ അറിയാത്ത ആൾക്കാരെ വിളിച്ച് ജിൻഡോനെ മുഷിപ്പിക്കുന്നത് അത് ശരിയല്ല, അത് ശരിയല്ല. വെറുതെ അങ്ങനെ ഒരാളെ ഇരുത്തി മോറടിപ്പിക്കുന്നത് ശരിയല്ല. ഓക്കെ, വേറെ പറ ഇമ്പോർട്ടൻ്റ് എന്തെങ്കിലും പറയില്ല, നമുക്ക് ലൈവ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോ. സിയാസിനെ വിളിക്കണം. വേണ്ട, റോബിൻ സിയാസ് ഫോൺ എടുക്കാൻ സാധ്യത നോക്കാം. മോഹൻലാലോ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ വെളിച്ചോട് മുത്തേ ഞാൻ മറന്നുപോയി. നിങ്ങൾ പഴയ ഡ്രൈവറല്ലേ? നീ ഷിയാസ് ഖാൻ അല്ലേ, റിയാസ് ഖാൻ അല്ലല്ലോ. എടാ നിങ്ങള് പഴയ ടീമല്ലേ നിങ്ങള് മൂന്നാളും? എങ്ങനെ പോണേ അതല്ലേ? ഏതാ സിനിമ? ഏതാ? ചന്തു ചാമ്പ്യൻ. ആ, ഹിന്ദിയാ. ഓക്കെ, നടക്കട്ടെ. എന്നിട്ട് എന്തല്ല റാത്തല്ല മച്ചാൻ നമ്മുടെ സ്വന്തം മച്ചാൻ. നടക്കണ്ട് മൊത്തം നടപ്പിച്ചിട്ടേക്കാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല, അതുവരെ കണ്ടല്ല. കപ്പടിച്ച് കണ്ടില്ലേ? ഒരു ദിവസം ലൈവ് ചെന്നു. നീ പോണ്ട, അവൻ്റെ നീ പോണ്ട. അവനെന്റെ ചങ്കടാ. അവൻ്റെ നീ പോണ്ട. ഞാനല്ലേ ഞാൻ ചങ്കല്ലേ എന്ന് ചോദിക്കാം അവനോട്. ഞാൻ ചങ്കാണോ ചങ്കല്ലേ? ഇവരെന്തോ അടിയിലാന്ന് തോന്നട്ടെ. അതൊന്നും അല്ല. ഇല്ല, ജാൻമണി നമ്പർ ഒന്നും ഇല്ല എന്റെ. അളിയാ മച്ചാനെ, പറഞ്ഞ പോലെ കപ്പ കൊണ്ട് വന്നിട്ടുണ്ട്. എന്നാ ശരിയടാ, ബൈ, ഗുഡ് നൈറ്റ്. ക്യാമറ എന്തോ ക്യാമറ അടിച്ചു. അതെന്തായത്? ഇല്ല, ശരി. അതെന്താ സംഭവം? എന്താ ഡിലേന്റെ അല്ലേ? ഇതെന്താ പെട്ടെന്ന് മുകളിലേക്ക് കാർത്തിക ക്യാമറ? എനിക്ക് ക്യാമറ ഇങ്ങോട്ടേക്ക് സ്പേസ് ചെയ്തിട്ടല്ലേ? ഇത് പ്രേതാ. സായി പറഞ്ഞില്ലേ യൂണിവേഴ്സിറ്റി ആണെന്ന്? യൂണിവേഴ്സിറ്റി കൊടുക്കുന്നിരിക്കുന്നത്. ഞാൻ പോകുന്നുണ്ടെങ്കിൽ മൊത്തം ഒരു മാസം ട്രെയിനിങ് ആയിരുന്നു. എന്ത് ട്രെയിനിങ്? ഒരു കോപ്പ് ട്രെയിനിങ് ഇല്ലാണ്ട് ബ്ലൈൻഡ് ആയിട്ട് പോയാൽ മാത്രമേ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫുള്ളായിട്ട് സെറ്റ് ആക്കിട്ട് പോകണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജിൻഡോ എവിടെ പോയി ട്രെയിനിങ് എടുത്തു? ജിൻഡോ സേഫ് ആയിട്ട് ട്രെയിനിങ് ചെയ്തതാണ്. നമ്മളൊരു സൈറ്റിൽ കയറാം. നമ്മുടെ സ്വന്തം സൈറ്റ്. നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു സൈറ്റ് ഉണ്ട്, ലൊട്ടാന്ന് പേര്. അത് ലൊട്ടാന്ന് പറഞ്ഞാൽ അറിയാം, അത് നമ്മുടെ തൊപ്പിയുടെ മാത്രം ഒരു സ്പെഷ്യൽ വേർഡാണ് ലൊട്ട കേട്ടിട്ടുണ്ടോ? ഇല്ല. അടി ക്യാമറ എന്തോ ആടാ ഉറപ്പായി. ക്യാമറ അടിച്ചു പോയടാ മോനെ. ഇതെന്താ സംഭവം ജിൻഡോ? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡില്
ഏടെ ഇരുന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചാറ്റ് ചെയ്യുന്ന സംഭവം ഈ ഒമേകളില്ലേ ഒമേ TV അതേപോലത്തെ മലയാളികൾക്ക് വേണ്ടിട്ട് ഒരു ഒമേകൾ ഞാൻ ഉണ്ടാക്കിയതാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഭയങ്കര സക്സസ് ഭയങ്കര 1.7 മില്യൺ 2 മില്യന്റെ അടുത്ത് യൂസേഴ്സ് ഉണ്ട് ഭയങ്കര ഹിറ്റ് നമ്മളിപ്പോ രണ്ടാഴ്ച അല്ലെ ഒരു മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് ഭയങ്കര 2 മില്യൺ യൂസേഴ്സ് ആയി ഹായ് ഹലോ എന്തല്ല പറഞ്ഞോ കേക്കാം എവിടെയാ ട്രിവാൻഡ്രത്ത് എവിടെയാ നിനക്ക് നിന്റെ സ്ഥലം അറിയില്ലേ അതിന് നിനക്ക് ട്രിവാൻഡ്രത്ത് നീ എവിടെയാന്ന് നിനക്ക് അറിയില്ലേ നിങ്ങളാ വെകിളിയാ അതുകൊണ്ട് കിളി പോയി തോന്നട്ടെ കിളി പോയി എടാ എന്നാ ശരി അടുത്താളെ പിടിക്കാം നെക്സ്റ്റ് നോക്കാം അടുത്ത ആരാ നോക്കാം അച്ചായൻ ഓവറാണെന്ന് പറയുന്നത് സേവിയർ കൊറേ സമയത്ത് പറയുന്നുണ്ട് അച്ചായൻ ഓവറാ നേരത്തെ വന്ന് പറഞ്ഞത് സേവിയറെ ഞാൻ നിനക്ക് വേണ്ടി മാത്രം കുറച്ച് ഓവർ ആവും നീ പുറത്തേക്ക് വാ നിന്നെ കാണാം കാര്യം അതാ അച്ചായൻ ഇവൻ എന്നോട് എപ്പോഴും ചോദിക്കും എന്താ മിണ്ടാണ്ടിരിക്കുന്നത് മുട്ട ഇച്ചിമുള്ളി ചക്കരടാ ചെറുത് ഹലോ എന്താ നീ കിടക്കുവാണോടാ ഓ താങ്ക് യു ഇയാളറിയോ ഇയാളറിയില്ല ഓ ഗെയിമേഴ്സ് ഈ ഇതിൽ കൂടുതൽ വരുന്നത് ഗെയിം കളിക്കുന്ന പിള്ളേരാ പിള്ളേർക്കാരും നിന്റെ അറിയാം എന്ത് ചുണ്ണിച്ചക്ക ഇങ്ങോട്ടോടാ നീ എന്താണ് എന്റെ പേര് കൊണ്ടുപോയി നേരത്തെ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനത്തെ കൊറേ തെറിച്ച പിള്ളേരുണ്ടല്ലോ എടാ എന്താണ് ഇതിന്റെ പേര് റോക്കി നമ്മുടെ ചങ്കടാ എന്താ ഇടിയനോ പേരാണത് റോക്കി റോക്കിന് ഫേസ് കണ്ടുണ്ടോ റോക്കിയുടെ ഫേസ് കണ്ടിട്ട് ആളുകൂടെ സൈറ്റിൽ കാണിക്കണം ഓ എടാ പോടാ വന്നിട്ട് റോക്കിയായിരുന്നു അപ്പെടുക്കണ എന്താ ചെറുതിന് ഏത് ധൈര്യോടാ നമ്മള് ഇത്ര ആൾക്കാരായിട്ട് ഇരിക്കുമ്പോ അതാ അടുത്ത ആരോ ഉണ്ട് അതന്നെ ഓക്കെ അയ്യോ രോഗിയാന്ന് തോന്നുന്നു കേട്ടോ ഹലോ ഇതാരോടെ ഇത് എടാ എന്താടാ രണ്ടെണ്ണം ഡ്രസ്സില്ലാണ്ട് എന്താ പരിപാടി എവിടെയാ മലയാളിയല്ല അറിയോ എന്നറിയോ എവിടെയാ ബാംഗ്ലൂരാ ഓ I love you. എന്താ പോലെ കർണാടക ഫാൻസ് യെസ് ബ്രോ എന്തല്ല ജിന്നു ഓക്കെ ഗ്യാങ്ങിൽ കേറിയിട്ട് സി യു ഓക്കെ ഞാൻ മറന്നു ഗ്യാങ്ങിൽ കേറിയതിന്റെ ഭാഗമായിട്ട് ജിന്നോ ഡബ്ല്യൂ ഇടണം നമ്മളെ ഗ്യാങ് സൈൻ ആണ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ വിന്നർ വിൻ ആ ജിൻഡോക്ക് ഡബ്ല്യൂ ഇപ്പൊ ചേരുന്ന ഒരു സാധനമല്ല ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ജിൻഡോന്റെ സാധനം ഇത് യോ
അടുത്ത സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്താ ഡബ്ല്യു ഗ്യാങ്ങിലേക്ക് പുതിയ മെമ്പർ മുത്തേ ഡബ്ല്യു ഗ്യാങ്ങിലേക്ക് പുതിയ മെമ്പറായി കാര്യം പറയാലോ. ലെറ്റ് ജിൻഡോ സ്പീക്ക്. ആ ജിൻഡോനെ സംസാരിക്കാൻ അനുവദിക്കുന്നത് നമ്മള് സംസാരിക്കാൻ അനുവദിക്കാനൊന്നുമില്ല. സംസാരിച്ചോ അങ്ങനെ രാവിലെ മുതലേ ഓടുന്നതായിരിക്കും ഓരോ സ്ഥലത്ത് ഓരോ ക്യാമറന്റെ മുന്നിലേക്ക്. മനസ്സിലായോ? ടയേർഡാണ് ആള്, ഓട്ടത്തിലാണ് ആള്. കോൾ അമ്പാനോ? അമ്പാൻ ഇപ്പൊ വിളിക്കണോ? എന്റെ അമ്മാവേശം കണ്ടില്ല അച്ഛനെ? നിങ്ങള് 100 മാസം പോയപ്പോ എന്തെല്ലാം നടന്നുവിടാ. ഫുള്ള് എന്തെല്ലാം മാറി, കാര്യങ്ങളെല്ലാം മാറി. കത്തിക്കേറി പൊട്ടിയില്ലേ? ഓ ഇത് അമ്പാൻ കണ്ടിട്ടില്ല? അച്ഛനോട് മിണ്ടാതിരിക്കാൻ പറ. സേവിയറല്ലേ ഇരിക്കും. ആരും വന്നിട്ടാ ഒത്തിപ്പിടിച്ച് ക്യാമറ ഒത്തിപ്പിടിച്ച്. എടാ പോടാ, നീയല്ല എന്തിനാണ് അവനെ കേറി വരുന്നത്? എടേ എടാ എൽ ബ്രോ, ഞാൻ കാര്യം പറഞ്ഞു. എൽ ഫാൻസ് ബ്രോ, എൽ ഫാൻസ്. ഹലോ ഹലോ അടിന്താ ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ ആണോ അത്? ഹായ് ഗൈസ്, എവിടെയാ നിങ്ങൾ എവിടെയാ? ലൈവ് ഓഫാക്ക്. എവിടെയാ നിങ്ങള്? ബാംഗ്ലൂരാ. എന്താ പരിപാടി? എന്റെ സ്ട്രീം എന്താ പരിപാടി? എന്താ പരിപാടി? എന്തോ കുൽസിത പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇതിലെല്ലാ ദിവസം കേറോ ലോട്ടയില്? ഓക്കെ ബ്രോ, സീ യു, പീസ്. ഓക്കെ മതിയില്ല ലോട്ടയില് മതിയില്ല. അടുത്ത പറ അടുത്ത ലൈവ് ഓഫ് ആക്കടാ ബാക്കിൽ ലൈവിന്റെ സൗണ്ട് ആയിരുന്നു. ലൈവ് ഓഫ് ആക്കടാ. ലൈവ് ഓഫ് ആക്കാൻ പറയുമ്പോ അഭിഷേക് ശ്രീകുമാറിനെ പറ്റി ജിന്റെ പന്ത്യ ആരാ വിളിച്ച്? നീ ആരേന്? നീ എവിടെ വിളിക്കണേ? നീ ആരാ വിളിച്ചത്? എന്റെ ഫോണിൽ നിന്നെ വിളിക്കുന്നുണ്ടോ? വിളിച്ചോ? നിനക്കെല്ലാം കോളിൽ കണക്ട് ആയി കിട്ടും, നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ. എന്താ പിടിച്ചോ? നിന്റെ വെയിറ്റ് ഉണ്ടോ അതിന്? ലവ് യു, ബൈ, പീസ്. ഓക്കെ ലോട്ട മതി, ലോട്ടയിൽ കയറിയാൽ മതി. അടുത്ത ഞെട്ടി, ആള് ഞെട്ടിയതാ നമ്മ. എന്താടാ അടിച്ച ഡയലോഗ് ഇതിലാരോ മറ്റേ എന്താടാ ഓക്കെ പോലീസാ എന്താ
പാടിക്കോ സൗണ്ട് കറക്റ്റ്. கடந்ததுவா